എന്നാൽ മനുഷ്യൻ തൻ്റെ റബ്ബ് അവനെ പരീക്ഷിക്കുകയും അങ്ങനെ ആദരിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്താൽ എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ അവൻ പറയും. ഇനി റബ്ബ് തന്നെ പരീക്ഷിക്കുകയും അങ്ങനെ ആഹാരം തൻ്റെ മേൽ കുടുസാക്കുകയും ചെയ്താൽ എൻ്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുക. ഈ പറഞ്ഞ രണ്ട് വാക്യങ്ങളും മക്കയിലെ ചില ഖുറൈശി പ്രമാണിമാരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നാണ് മനസ്സിലാവുന്നത്. അത് ഉബയ്യോ അല്ലെങ്കിൽ ഉമയ്യയോ ആണ് എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. അവരുടെ ഒരു സ്വഭാവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് അവരുടെ സ്വഭാവം മാത്രമല്ല, നമ്മൾ അറബികളുടെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലത്ത്, ഏതാണ്ട് മുഹമ്മദ് ജീവിച്ചിരുന്ന ആ ഒരു കാലത്ത് അറബികളുടെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അനുകൂലമായ കാര്യങ്ങളാണ് അവരുടെ ദൈവങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നതെങ്കിൽ ആ ദൈവങ്ങളെ അവർ പുകഴ്ത്തി പറയുകയും ദൈവങ്ങൾക്ക് ബലി നൽകുകയും വഴിപാട് കൊടുക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ തങ്ങൾ പ്രാർത്ഥിച്ച കാര്യം ഈ ദൈവങ്ങൾ നടത്തി കൊടുക്കാതെ വരികയാണെങ്കിൽ ആ ദൈവങ്ങളെ അവർ ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും തുണി പൊക്കി കാണിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് അറബികളുടെ ചരിത്രം പലയിടത്തും പറഞ്ഞതായി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അറബികൾ ഈ വിശ്വാസങ്ങളെയൊക്കെ വളരെ ബാലിശമായ കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. അവർക്ക് അനുകൂലമായ വിശ്വാസങ്ങളെ അവർ സ്വീകരിക്കുകയും ആ വിശ്വാസങ്ങൾ തന്നെ അവർക്ക് പ്രതികൂലമാകുമ്പോൾ ആ വിശ്വാസത്തെ തന്നെ അവർ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. ഇപ്പോൾ ഒരു വഴിക്ക് ഒരു അറബികൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ പോകുന്ന കാര്യം സാധിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിൽ കണ്ട കല്ലിനൊക്കെ അവർ ബലിയർപ്പിക്കും. അല്ലെങ്കിൽ അവർ ചോര കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതിനെ വട്ടം ചുറ്റിയിട്ടൊക്കെ അവർ ആരാധിച്ചിട്ട് കാര്യം സാധിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ പോയിട്ട് അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്ന് അവർ തിരിച്ചു വരികയാണെങ്കിൽ മടക്കയാത്രയിൽ ഈ ദൈവങ്ങളെ ഒന്നുകൂടെ സന്തോഷിപ്പിച്ചിട്ട് കുറച്ചുകൂടെ ബലിയൊക്കെ കൊടുത്ത് ആചാരങ്ങളൊക്കെ നടത്തിയിട്ട് അവർ തിരിച്ചു പോകും. നേരെ മറിച്ച് അവർ പോയ കാര്യങ്ങൾ സാധിക്കാതെ അതിൽ പരാജയപ്പെട്ടിട്ടാണ് മടങ്ങി വരുന്നതെങ്കിൽ അവരങ്ങോട്ട് പോകുമ്പോൾ അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ മുഴുവൻ ഇങ്ങോട്ട് വരുമ്പോൾ അവർ ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും തുണി പൊക്കി കാണിക്കുകയും ചെയ്തുകൊണ്ട് അധിക്ഷേപിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഇത് അറബികളുടെ ഒരു പൊതു സ്വഭാവമായിട്ടാണ് പറയപ്പെടുന്നത്. ഇവിടെയും അത് തന്നെയാണ്. എന്നാൽ തൻ്റെ റബ്ബ് അവനെ പരീക്ഷിക്കുകയും ആദരിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്താൽ എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ അവൻ പറയും. ഇനി റബ്ബ് തന്നെ പരീക്ഷിക്കുകയും അങ്ങനെ ആഹാരം തൻ്റെ മേൽ കുടുസാക്കുകയും ചെയ്താൽ എൻ്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുക. ഇവിടെ സ്വത്തും പൈസയും കച്ചവടത്തിലൊക്കെ ലാഭമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ദൈവം, അള്ളാഹു എന്നല്ല, അവരുടെ ദൈവത്തിനാണ് പറയുക, അവരുടെ ദൈവം ആദരിച്ചിരിക്കുന്നു എന്ന് പറയും. നേരെ മറിച്ച് കച്ചവടത്തിൽ നഷ്ടമാണ് ഉണ്ടാവുകയാണെങ്കിൽ ആ ദൈവം നമ്മൾ അപമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇത് മുഹമ്മദിന് അറിയാം, അറബികളുടെ സ്വഭാവം അതാണെന്നുള്ളത്. മുഹമ്മദ്